ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. പാവർട്ടിയിൽ വീട്ടിൽ കയറി സ്ത്രീകളെയും കുട്ടികളെയും ആക്രമിച്ചതായി പരാതി. മൈക്രോ ഫിനാൻസ് കമ്പനിയുടെ ഏജന്റുമാരാണ് ആക്രമണം നടത്തിയത്. അരിമ്പൂരിൽ സ്വകാര്യ ഫിനാൻസ് സ്ഥാപനത്തിന്റെ മാനേജറുടെ കാർ തീവെച്ച് നശിപ്പിച്ചു. പുല്ലഴി സ്വദേശി ഹരികൃഷ്ണന്റെ കാറാണ് കത്തിച്ചത്. കുതിരാനിൽ കാട്ടാന ശല്യം രൂക്ഷം. കാട്ടാനയെ മയക്കുവെടിവെച്ച് തുരത്തണമെന്ന ആവശ്യം ശക്തമാകുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്ന കൊടുങ്ങല്ലൂർ ചാവക്കാട് ദേശീയപാത മരണപ്പാതയാകുന്നു. ദേശീയപാത നിർമ്മാണ സാമഗ്രികളുമായി തലങ്ങും വിലങ്ങും ഓടുന്ന ടോറസ് ലോറികളാണ് അപകടത്തിനിടയാക്കുന്നത്. മാളയിൽ നടന്ന തൃശൂർ സെൻട്രൽ സഹോദയ സ്കൂൾ കലോത്സവം സമാപിച്ചു. ചന്ദ്രാപിന്നി SN വിദ്യാഭവൻ 1140 പോയിന്റുമായി ഓവറോൾ കിരീടം നേടി. വാർത്തകൾ വിശദമായി. മൈക്രോ ഫിനാൻസ് കമ്പനിയുടെ ഏജന്റുമാർ പാവർട്ടിയിൽ വീട്ടിൽ കയറി സ്ത്രീകളെയും കുട്ടികളെയും ആക്രമിച്ചതായി പരാതി. മരുതയൂർ സ്വദേശി മരുതയൂർ വീട്ടിൽ മണിയുടെ വീട്ടിലാണ് സംഭവം. മണിയുടെ ഭാര്യ സന്ധ്യയും മറ്റ് സ്ത്രീകളും ചേർന്ന് കമ്പനിയിൽ നിന്ന് വായ്പ എടുത്തിരുന്നു. ഇതിന്റെ വീഴ്ചയുള്ള 2 തവണകൾ പിരിക്കാൻ സ്കൂട്ടറിൽ എത്തിയവരാണ് ആക്രമണം നടത്തിയത്. പണം അടയ്ക്കാൻ 2 ദിവസത്തെ സാവകാശം ചോദിച്ചതോടെ സന്ധ്യയുടെ ഫോൺ തട്ടിയെടുക്കുകയും അസഭ്യവർഷം നടത്തുകയും ചെയ്തുവെന്നും ഇത് ചോദ്യം ചെയ്ത അയൽവാസി സുബി ഗിരീഷിനെയും മകളെയും കമ്പനിയുടെ ഏജന്റുമാർ ആക്രമിച്ചെന്നും 3 വയസ്സുള്ള മകളെ തള്ളിയിടുകയും ചെയ്തതായി ഇവർ പറഞ്ഞു. പരിക്കേറ്റ ഇവർ മുല്ലശ്ശേരി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി. അരിമ്പൂരിൽ സ്വകാര്യ ഫിനാൻസ് സ്ഥാപനത്തിലെ മാനേജറുടെ കാർ അജ്ഞാതർ കത്തിച്ചു. പുല്ലഴി സ്വദേശി ഹരികൃഷ്ണന്റെ കാറാണ് കത്തിച്ചത്. ഹരികൃഷ്ണൻ അന്തിക്കാട് പോലീസിൽ പരാതി നൽകി. സംസ്ഥാനപാതയോട് ചേർന്നുള്ള ഹരികൃഷ്ണൻ താമസിക്കുന്ന ഫ്ളാറ്റിന് മുൻപിൽ പാർക്ക് ചെയ്തിരുന്ന കാറാണ് അഗ്നിക്കിരയായത്. ഫയർഫോഴ്സ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. വ്യക്തിവൈരാഗ്യം മൂലം തീവച്ചതാണെന്ന് സംശയിക്കുന്നതായി ഹരികൃഷ്ണൻ പറഞ്ഞു. ദേശീയപാത കുതിരാനിൽ കാട്ടാന ശല്യം തുടരുന്നു. കാട്ടാനയെ മയക്കുവെടിവെച്ച് തുരത്തണമെന്ന ആവശ്യം ശക്തമാകുന്നു. കഴിഞ്ഞ ദിവസം രാത്രി വനംവകുപ്പിന്റെ ജീപ്പ് ആക്രമിച്ച് ഒറ്റയാൻ പ്രദേശവാസികൾക്ക് ദുരിതമാവുകയാണ്. ഒരാഴ്ചയായി കുതിരാൻ ഇരുമ്പുപാലം പ്രദേശത്ത് തമ്പടിക്കുന്ന കാട്ടാനയാണ് നാട്ടുകാരുടെ ഉറക്കം കെടുത്തുന്നത്. ചൊവ്വാഴ്ച രാത്രി കാട്ടാനയുടെ ആക്രമണത്തിൽ ഫോറസ്റ്റ് വാച്ചർ ബിജുവിന് പരിക്കേറ്റിരുന്നു. നാട്ടുകാരുടെ സമയോചിതമായ ഇടപെടലിനെ തുടർന്നാണ് ബിജുവിന് ജീവൻ തിരിച്ചു കിട്ടിയത്. വെള്ളിയാഴ്ച രാത്രി പട്രോളിംഗ് നടത്തുകയായിരുന്ന ഫോറസ്റ്റ് ജീവനക്കാരുടെ ജീപ്പ് തകർത്തതാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവം. ജീപ്പിലുണ്ടായിരുന്ന 2 ജീവനക്കാർ ഇറങ്ങി ഓടിയതുകൊണ്ടാണ് ജീവൻ തിരിച്ചു കിട്ടിയത്. കാട്ടാന പ്രദേശം വിട്ടു പോയിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. കാട്ടാനയെ മയക്കുവെടിവെച്ച് തുരത്തണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. വനമേഖലയിൽ സ്ഥാപിച്ച ഫെൻസിംഗ് തകർന്നതാണ് കാട്ടാന ജനവാസ മേഖലയിലേക്ക് കടക്കാൻ കാരണമെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു. ഇന്നലെ 2 പ്രാവശ്യം റോഡിൽ കൂടെ നടന്നു വരികയായിരുന്നു ആന. ഞങ്ങൾ നേരിട്ട് കാണുകയാണ്. വീടിന്റെ അതിലെയാണ് ഇറങ്ങുന്നത്. എന്തായാലും ഞങ്ങൾക്കൊരു നിർദ്ദലൊരു ഇത് കണ്ടിരിക്കണം. രാത്രിയിൽ ജോലി കഴിഞ്ഞ് ഒരുപാട് പേര് വരുന്നു. ഇന്നലെ അതുപോലെ വന്ന് അവരുടെയൊക്കെ അവസ്ഥ എന്താവുമെന്ന് ഞങ്ങൾക്ക് ഒരു നിശ്ചയം. എൻ്റെ വീടിന്റെ തൊട്ടു പുറകെ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. പേടിച്ചിട്ട് ഇന്നലെ സാറുമാരുടെ വണ്ടിയൊക്കെ കുത്തിപ്പൊളിച്ച് എങ്ങനെ ജീവിക്കുക ഇവിടെ? ഇവനെ മയക്കുവെടി വെച്ച് മറ്റേ വലിയ കൊങ്കിയാനെ കൊണ്ടുപോകുമല്ലോ, അതുപോലെ കൊണ്ടുപോകട്ടെ. ഞങ്ങൾക്ക് എല്ലാവർക്കും ജീവിക്കണ്ടേ? കാട്ടാന ശല്യം തടയാൻ ശക്തമായ നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ആന പ്രദേശം വിട്ടിട്ടില്ലെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ഇതുവഴിയുള്ള യാത്ര ഒഴിവാക്കണമെന്നും അധികൃതർ അറിയിച്ചു. TCV ന്യൂസ്, തൃശൂർ. നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്ന ദേശീയപാത 66 മരണപ്പാതയാകുന്നു. അടുത്ത ദിവസങ്ങളിൽ 5 ജീവനുകളാണ് ദേശീയപാതയിൽ പൊലിഞ്ഞത്.
സമീപകാലത്ത് അപകടങ്ങളിൽ കൂടുതലും വില്ലനാകുന്നത് ദേശീയപാതാ നിർമ്മാണ സാമഗ്രികളുമായി തലങ്ങും വിലങ്ങും ഓടുന്ന ടോറസ് ലോറികളാണ്. റോഡിലെ കുഴികളും യാത്രക്കാരുടെ ജീവന് ഭീഷണിയാണ്. അശാസ്ത്രീയ നിർമ്മാണ പ്രവർത്തനങ്ങളും അപകടങ്ങൾക്ക് വഴിയൊരുക്കുന്നു. സർവീസ് റോഡുകൾ സുഗമമായ ഗതാഗതത്തിന് കഴിയുന്ന വിധത്തിൽ പണി പൂർത്തീകരിച്ചു നൽകേണ്ടത് ദേശീയപാതാ അതോറിറ്റിയുടെ ചുമതലയാണ്. ഇത് പാലിക്കാതെയാണ് നിർമ്മാണം നടക്കുന്നത്. നമ്മുടെ ഹൈവേ വികസനം എല്ലാവർക്കും നാടിനും നമുക്കൊക്കെ നല്ല തന്നെ. പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ട് നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അപകടങ്ങൾ കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ നമ്മുടെ ഈ ചന്ദ്രാപിന്നി കയ്പമംഗലം ഈ ഇടമട്ടത്തിൻ്റെ ഇടയിൽ 5 പേര് നമ്മൾ നഷ്ടപ്പെട്ടു. മഴ എന്നാൽ ചെളിയുടെ കുളം, ഓക്കെ, ഒരു ദിവസം വെയിൽ വന്നാൽ പൊടി. ഒരു നിലയ്ക്കും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു വ്യാപാരി കച്ചവടമായിട്ട് ബന്ധപ്പെട്ട് പോകാൻ ഒരു നിലക്കും അവിടെ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. വീതി ഇപ്പോൾ അവർ സർവീസ് റോഡുകളൊക്കെ ഉണ്ടാക്കുന്ന വീതി കുറവുണ്ട്. അതിനനുസരിച്ചുള്ള ടോറസും വലിയ വലിയ വണ്ടികളാണ് കൂടുതൽ അപകടങ്ങൾക്ക് കൂടുതൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. വെള്ളം സുഗമമായി ഒഴുകിപ്പോയിരുന്ന തോടുകൾ നികത്തി അശാസ്ത്രീയമായി കാനകൾ നിർമ്മിച്ചപ്പോൾ ബൈപ്പാസ് റോഡുകളിൽ വെള്ളം കയറി ഗതാഗതയോഗ്യമല്ലാതായി. സമീപ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടും രൂക്ഷമായി. നാട്ടുകാർ സമരരംഗത്തുമിറങ്ങി. പക്ഷെ ഇപ്പോഴും സ്ഥിതിക്ക് മാറ്റമില്ല. മഴ പെയ്താൽ വെള്ളം നിറഞ്ഞ കുഴികളിൽ വീണ് ഇരുചക്രവാഹന യാത്രികർ അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. താൽക്കാലിക പരിഹാരമെന്ന രീതിയിൽ കുഴികൾ നികത്തി തടിതപ്പുകയാണ് ദേശീയപാത അധികൃതർ. കൊടുങ്ങല്ലൂർ ഗുരുവായൂർ റൂട്ടിൽ പലയിടങ്ങളിലും സമാനമായ അവസ്ഥയാണ്. നിലവിൽ ചന്ദ്രാപിന്നി മുതൽ കയ്പമംഗലം പനമ്പിക്കുന്ന് വരെയുള്ള ഭാഗത്ത് ബൈപ്പാസിന്റെ ഒരു വശത്തു മാത്രമാണ് ഗതാഗതം ഏർപ്പെടുത്തിയിരിക്കുന്നത്. രൂക്ഷമായ ഗതാഗതക്കുരുക്കിനും അപകടങ്ങൾക്കും ഇതിടയാകുന്നു. കുഴികൾ നികത്താതിരിക്കുകയും അശാസ്ത്രീയമായ നിർമ്മാണ രീതികൾ തുടരുകയും ചെയ്താൽ ഇനിയും ഈ പാത നിരവധി അപകട മരണങ്ങൾക്ക് സാക്ഷിയാകുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. TCV ന്യൂസ്, കയ്പമംഗലം. മാള ഡോക്ടർ രാജു ഡേവിസ് ഇന്റർനാഷണൽ സ്കൂളിൽ നടന്ന തൃശൂർ സെൻട്രൽ സഹോദയ സ്കൂൾ കലോത്സവത്തിൽ ചന്ദ്രാപിന്നി SN വിദ്യാഭവൻ 1140 പോയിന്റുമായി വീണ്ടും ഓവറോൾ കിരീടം നേടി. മാള ഹോളി ഗ്രേസ് അക്കാദമി 1002 പോയിന്റ് നേടി 2ാം സ്ഥാനവും ഡോക്ടർ രാജു ഡേവിസ് സ്കൂൾ 967 പോയിന്റുമായി 3ാം സ്ഥാനവും കരസ്ഥമാക്കി. ഇടവേള. ദൈവശബ്ദം 2025 മീറ്റ് ജീസസ് പ്രയർ ടീം തൃശൂർ അതിരൂപതയോട് ചേർന്നൊരുക്കുന്ന 32ാമത് ദൈവശബ്ദം കൺവെൻഷൻ നവംബർ 15 മുതൽ 19 വരെയുള്ള തീയതികളിൽ മലയാള മനോരമ ഓഫീസിന് സമീപം. ഉദ്ഘാടനം ചെയ്യുന്നത് മാർ ആൻഡ്രൂസ് താഴത്ത് തൃശൂർ അതിരൂപത മെത്രാപ്പോലീത്ത. ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ യേശുവിനെ പകർന്നു കൊടുക്കുന്ന ഫാദർ മാത്യു വയലാമണ്ണിൽ ടീം നേതൃത്വം നൽകുന്നു. ഏവരെയും യേശുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ, ഇപ്പോൾ ഹരിതയിൽ നിന്നും. വാർത്തയിലേക്ക്. ഗുരുവായൂർ സത്യഗ്രഹ സ്മാരക സമിതിയുടെ നേതൃത്വത്തിൽ സത്രം വളപ്പിലെ സത്യഗ്രഹ സ്തൂപത്തിനു മുന്നിൽ പുഷ്പാർച്ചനയും സമരസ്മരണയും നടത്തി. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഉദ്ഘാടനം ചെയ്തു. സത്യഗ്രഹ സമിതി ചെയർമാൻ സ്വാമി A ഹരിനാരായണൻ അധ്യക്ഷനായി. ദേവസ്വം ഭരണസമിതി അംഗം C മനോജ്, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ, DCC സെക്രട്ടറി അഡ്വക്കേറ്റ് TS അജിത്, BJP നോർത്ത് ജില്ലാ പ്രസിഡന്റ് നിവേദിത സുബ്രഹ്മണ്യൻ, നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ, കൌൺസിലർ ശോഭ ഹരിനാരായണൻ, SNDP യൂണിയൻ പ്രസിഡന്റ് PS പ്രേമാനന്ദൻ, GNSS സംസ്ഥാന പ്രസിഡന്റ് IP രാമചന്ദ്രൻ, നായർ സമാജം ജനറൽ സെക്രട്ടറി V അച്യുതക്കുറുപ്പ് തുടങ്ങിയവർ സംസാരിച്ചു. ജാതിമത ചിന്ത സമൂഹത്തിൽ നിന്ന് അകന്നിട്ടില്ലെന്ന് ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ക്ഷേത്രപ്രവേശന സത്യഗ്രഹ സ്മരണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മനസ്സിലാണ് ജാതി ചിന്ത ഇല്ലാതാകേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. സത്രം വളപ്പിലെ സ്തൂപത്തിൽ ദേവസ്വം അംഗങ്ങൾ പുഷ്പാർച്ചന നടത്തി. ഭരണസമിതി അംഗങ്ങളായ C മനോജ്, KP വിശ്വനാഥൻ, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ തുടങ്ങിയവർ സംസാരിച്ചു.
കോൺഗ്രസ് ഗുരുവായൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്ഷേത്രപ്രവേശന സത്യഗ്രഹ വാർഷികം ആഘോഷിച്ചു. സത്രം വളപ്പിലെ സത്യഗ്രഹ സ്മാരക സ്തൂപത്തിൽ പുഷ്പാർച്ചനയും സ്മൃതി സദസ്സും നടത്തി. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് TS അജിത് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ, UDF നിയോജക മണ്ഡലം കൺവീനർ ഷാനവാസ് തിരുവത്ര, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് OKR മണികണ്ഠൻ, ആചാര്യ CP നായർ, KPA റഷീദ്, മോഹൻദാസ് ചേലനാട്, CS സൂരജ്, ശിവൻ പാലിയത്ത്, സ്റ്റീഫൻ ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. കേരള സർവോദയ മണ്ഡലത്തിന്റെയും കേരള മഹാത്മജി സാംസ്കാരിക വേദിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഗുരുവായൂർ ക്ഷേത്രപ്രവേശന സത്യഗ്രഹ സ്മരണ പുതുക്കി സ്മാരക സ്തൂപത്തിൽ പുഷ്പാർച്ചന നടത്തിയാണ് ചടങ്ങ് തുടങ്ങിയത്. സർവോദയ ദർശൻ ചെയർമാൻ M. പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു. കേരള മഹാത്മജി സാംസ്കാരിക വേദി പ്രസിഡന്റ് സജീവൻ നമ്പിയത്ത് അധ്യക്ഷത വഹിച്ചു. സർവോദയ മണ്ഡലം ദേശീയ എക്സിക്യൂട്ടീവ് അംഗം PS സുകുമാരൻ മുഖ്യപ്രഭാഷണം നടത്തി. ആചാര്യ CP നായർ, ക്ഷേത്രപ്രവേശന സത്യഗ്രഹത്തിൽ പങ്കെടുത്ത പുതുശ്ശേരി കുട്ടൻ മാസ്റ്ററുടെ മകൻ PK രവീന്ദ്രൻ, VK ജയരാജ്, P. സേതുമാധവൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ ക്ഷേത്രപ്രവേശന സത്യഗ്രഹ സ്മരണ പുതുക്കി. AKG സ്മാരക കവാടത്തിൽ ഒരുക്കിയ സ്തൂപത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പുഷ്പാർച്ചന നടത്തി. നഗരസഭാ ഉപാധ്യക്ഷ അനീഷ്മ ഷനോജ് ഉദ്ഘാടനം ചെയ്തു. സ്ഥിരം സമിതി അധ്യക്ഷരായ AM ഷഫീർ, ശൈലജ സുധൻ, ബിന്ദു അജിത് കുമാർ, AS മനോജ്, പ്രതിപക്ഷ നേതാവ് KP ഉദയൻ, നഗരസഭാ സെക്രട്ടറി H. അഭിലാഷ് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. COA ജില്ലാ ട്രഷററും തൃശൂർ കേരള വിഷൻ ചെയർമാനുമായിരിക്കെ അന്തരിച്ച TV വിനോദ് കുമാറിന്റെ 2ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് COA ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂരിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. കേരളത്തിലെ കേബിൾ TV പ്രസ്ഥാനത്തിന്റെ തുടക്കം മുതൽ നിർണായക ഘട്ടങ്ങളിൽ വരെ നേതൃത്വപരമായ പങ്കുവഹിച്ചയാളാണ് TV വിനോദ് കുമാർ എന്ന് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ് പറഞ്ഞു. ആകസ്മികമായി മരണപ്പെടുന്നതുവരെ തന്റെ കർമ്മരംഗങ്ങളിൽ സജീവമായി പ്രവർത്തിച്ച TV വിനോദ് കുമാർ പുതിയ തലമുറയ്ക്ക് സംഘടനാ പ്രവർത്തനം എങ്ങനെയായിരിക്കണം എന്നതിനുള്ള മികച്ച മാതൃകയാണെന്നും അദ്ദേഹം പറഞ്ഞു. COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KV രാജൻ, COA ജില്ലാ ജനറൽ സെക്രട്ടറി P. ആന്റണി, സംസ്ഥാന കമ്മിറ്റി അംഗം CA ബൈജു, ജോയിന്റ് സെക്രട്ടറി ബിജുകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ ഉന്നത വിജയം നേടിയ ചേർപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള എൻഡോമെന്റ് വിതരണം COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ്, COA സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് എന്നിവർ നിർവഹിച്ചു. COA ജില്ലാ സംസ്ഥാന ഭാരവാഹികൾ, TCV ഡയറക്ടർമാർ, കേബിൾ TV ഓപ്പറേറ്റർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. TCV തൃശൂർ. ശബരിമല സീസണിനോടനുബന്ധിച്ച് ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ പോലീസ് എയ്ഡ് പോസ്റ്റ് തുടങ്ങി. ഗുരുവായൂർ ACP C. പ്രേമാനന്ദകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. RPF CI PV രമേശ് അധ്യക്ഷത വഹിച്ചു. തൃശൂർ റെയിൽവേ പോലീസ് SHO VM നൌഷാദ്, ഗുരുവായൂർ ടെമ്പിൾ പോലീസ് SI K. ഗിരി, നഗരസഭാ കൌൺസിലർ അജിത ദിനേശൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ ആദ്യമായാണ് കേരള പോലീസിന്റെ എയ്ഡ് പോസ്റ്റ് വരുന്നത്. 24 മണിക്കൂറും 2 പോലീസുകാരുടെ സേവനം ഉണ്ടാകും. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ യുവാവിനെ കാപ്പ ചുമത്തി ജയിലിലടച്ചു. കേച്ചേരി മണലി സ്വദേശി നാലകത്ത് വീട്ടിൽ ശിഹാബുദ്ദീനെയാണ് 6 മാസത്തേക്ക് ജയിലിൽ അടച്ചത്. വധശ്രമം, കഞ്ചാവ് വിൽപ്പന ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഇയാൾ. കുന്നംകുളം പോലീസ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. ചാലക്കുടി നഗരസഭയുടെ വികസന സദസ്സ് ടൗൺ ഹാളിൽ ബെന്നി ബെഹന്നാൻ MP ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭയിലെ അതിദാരിദ്ര്യ വിഭാഗത്തിൽപ്പെട്ട 17 ഗുണഭോക്താക്കൾക്കുള്ള പ്രതിമാസ ഭക്ഷ്യക്കിറ്റിന്റെ വിതരണവും ഭൂരേഖ കൈമാറലും ഭവന പദ്ധതി ഗുണഭോക്താക്കൾക്കുള്ള ആദ്യ ഗഡു ധനസഹായ വിതരണവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നിർവഹിച്ചു. നഗരസഭയിലെ മുഴുവൻ ആശാവർക്കർമാർ, അങ്കണവാടി പ്രവർത്തകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവർക്ക് സെന്റ് ജെയിംസ് ആശുപത്രിയിലെ ഡോക്ടർമാരുടെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന ഇൻഷുറൻസ് പദ്ധതിയുടെ ഉദ്ഘാടനവും നടന്നു. പ്രതിപക്ഷ നേതാവ് CS സുരേഷ്, അഡ്വക്കേറ്റ് ബിജു ചിറയത്ത്, ദീപു ദിനേശ്, ഇമാം ഹുസൈൻ ബാഗവി തുടങ്ങിയവർ സംസാരിച്ചു. അതിന്റെ പരിപാടികളുണ്ട്. അത് മാത്രമല്ല നമ്മുടെ ഈ ലോക്കൽ ബോഡി കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് വ്യാപാരി മുസ്തഫ ആത്മഹത്യ ചെയ്ത കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് BJP ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചരമ്പത്ത് ഉപവാസം അനുഷ്ഠിച്ചു. ഉപവാസത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മുസ്തഫയുടെ ബന്ധുക്കളും സമരപന്തലിലെത്തി.
മഞ്ജുളാൽ പരിസരത്ത് നടന്ന ഉപവാസ സമരം BJP നോർത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് രാജൻ തറയിൽ ഉദ്ഘാടനം ചെയ്തു. പാവർട്ടി മണ്ഡലം പ്രസിഡന്റ് MR വിശ്വൻ, മണ്ഡലം ജനറൽ സെക്രട്ടറി സുജയൻ മാമ്പുള്ളി, നഗരസഭാ കൌൺസിലർ ശോഭ ഹരിനാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. റേഷൻ വ്യാപാരി ചാവക്കാട് താലൂക്ക് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ചാവക്കാട് താലൂക്ക് സപ്ലൈ ഓഫീസിനു മുൻപിൽ ധർണ നടത്തി. റേഷൻ വ്യാപാരികളോടുള്ള സർക്കാർ അവഗണന അവസാനിപ്പിക്കുക, 2018 നിലവിൽ വന്ന വേതന പാക്കേജ് കാലാനുസൃതമായി പരിഷ്കരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ സമരം AKRRDA താലൂക്ക് പ്രസിഡന്റ് PK സത്യൻ ഉദ്ഘാടനം ചെയ്തു. ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. TK ബാനിഷ്, ഉമ്മൻ മുക്കണ്ടത്ത്, A സോമസുന്ദരൻ, രാജീവ് എന്നിവർ സംസാരിച്ചു. മതിലകം പൊക്ലായിയിൽ ഒരാഴ്ച മുമ്പ് കാണാതായ ആളെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. നാടോടികളായി പൊക്ലായി ഭാഗത്ത് താമസിച്ചിരുന്ന നടവരമ്പത്ത് വീട്ടിൽ 48 വയസ്സുള്ള സുരേഷാണ് മരിച്ചത്. പൊക്ലായി ഷാപ്പിന് കിഴക്കുവശത്തുള്ള തോട്ടിലാണ് മൃതദേഹം കണ്ടത്. മൃതദേഹത്തിന് ഒരാഴ്ചയോളം പഴക്കമുണ്ട്. ദുർഗന്ധത്തെ തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മതിലകം പോലീസ് സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിലാണ് മരിച്ച ആളെ തിരിച്ചറിഞ്ഞത്. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ. മെഗാ കേബിൾ ഫെസ്റ്റ്. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. വെണ്ടൂർ ESI ആശുപത്രിക്ക് സമീപം നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ ഇരുചക്ര വാഹനങ്ങളിൽ ഇടിച്ച് അപകടം. ഒരു കുട്ടിയടക്കം 3 പേർക്ക് പരിക്കേറ്റു. ആമ്പല്ലൂർ ഭാഗത്തു നിന്നും വരന്തരപ്പള്ളി ഭാഗത്തേക്ക് പോകുകയായിരുന്ന പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ട് തൊട്ടടുത്ത കെട്ടിടത്തിനോട് ചേർന്ന മതിലിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. മതിലിനപ്പുറം നിന്നവർക്കാണ് പരിക്കേറ്റത്. ഇവരെ വെണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടിയുടെ ആഘാതത്തിൽ കെട്ടിടത്തിന് മുൻപിൽ നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറും ബൈക്കും തകർന്നു. $4.25 കോടി ചിലവഴിച്ച് ആധുനിക നിലവാരത്തിൽ നിർമ്മിച്ച വെളുത്തൂർ വിളക്കുമാടം BMBC റോഡും അരിമ്പൂർ പഞ്ചായത്തിന്റെ നവീകരിച്ച കമ്മ്യൂണിറ്റി ഹാളും ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ നാടിന് സമർപ്പിച്ചു. മുരളി പെരുന്നെല്ലി MLA അധ്യക്ഷനായി. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാർ, വൈസ് പ്രസിഡന്റ് CG സജീഷ്, ത്രിതല പഞ്ചായത്ത് അംഗങ്ങളായ സിന്ധു സഹദേവൻ, K രാഗേഷ്, CR രമേഷ്, CP പോൾ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് റേഷൻ കട വ്യാപാരി കൂട്ടായ്മ കുന്നംകുളം താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. സംസ്ഥാന കമ്മിറ്റി അംഗം O വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് സെക്രട്ടറി S നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു. C രാജഗോപാൽ, M പോൾ, ബാബു ഇട്ടൂപ്പ്, ഹരീഷ്, ഡേവിസ്, PM ബെന്നി, ഡീൻസ് തറയിൽ തുടങ്ങിയവർ സംസാരിച്ചു. കേരളപ്പിറവിയോടനുബന്ധിച്ച് ആയുർവേദ ചികിത്സാ രംഗത്തെ സുകൃതം 98 വയസ്സ് പിന്നിട്ട ഊരകം ക്ലായിശ്ശേരി നാരായണൻ വൈദ്യരെ ചേർപ്പ് മഹാത്മാ കൾച്ചറൽ ഫോറം ആദരിച്ചു. ചേർപ്പ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് CN ഗോവിന്ദൻകുട്ടി പൊന്നാടയണിയിച്ച് ഉപഹാരം നൽകി. കൾച്ചറൽ ഫോറം ചെയർമാൻ KB പ്രമോദ് അധ്യക്ഷത വഹിച്ചു. ഷാജൻ കൈപ്പുള്ളി, രാകേഷ് ഉണിയംപുറം, അർജുൻ മാരാർ, അജിൽ അശോകൻ, രാമചന്ദ്രൻ ക്ലായിശ്ശേരി എന്നിവർ പങ്കെടുത്തു. മുല്ലശ്ശേരി ഉപജില്ല കേരള സ്കൂൾ കലോത്സവം 4, 5, 6 തീയതികളിൽ പാവർട്ടി ക്രൈസ്റ്റ് കിങ് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിലും അനുബന്ധ വേദികളിലുമായി നടക്കുമെന്ന് ഭാരവാഹികൾ പാവർട്ടിയിൽ അറിയിച്ചു.
ഉപജില്ലയിലെ 41 വിദ്യാലയങ്ങളിൽ നിന്നായി 3500 വിദ്യാർത്ഥികൾ കൗമാര കലാമാമാങ്കത്തിൽ പങ്കാളികളാകും. ഓഫ് സ്റ്റേജ് മത്സരങ്ങൾ തിങ്കളാഴ്ച ആരംഭിക്കും. ചൊവ്വാഴ്ച രാവിലെ മുരളി പെരുന്നെല്ലി MLA കലോത്സവം ഉദ്ഘാടനം ചെയ്യും. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷീബ ചാക്കോ, പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ OJ ഷാജൻ, കൺവീനർ KJ മേജോ, വികസന സമിതി കൺവീനർ TU ജെയ്സൺ, HM ഫോറം കൺവീനർ CF ജെയ്സൺ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കേരളം അതിദാരിദ്ര്യ വിമുക്തമായിട്ടില്ലെന്ന് പ്രഖ്യാപിച്ച് BJP കർഷക മോർച്ച സൗത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡ് പരിസരത്ത് വായ് മൂടിക്കെട്ടി പ്രതിഷേധിച്ചു. BJP സൗത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് KK അജയകുമാർ ഉദ്ഘാടനം ചെയ്തു. BJP കർഷക മോർച്ച സൗത്ത് ജില്ലാ പ്രസിഡന്റ് അഭിലാഷ് കണ്ടാരംതറ അധ്യക്ഷനായിരുന്നു. ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ശശി മേനോൻ, CN സന്തോഷ് കുമാർ, അജീഷ് പൈക്കാട്ട്, കർഷക മോർച്ച ജില്ലാ നേതാക്കളായ വാണികുമാർ, കോപ്പുള്ളിപ്പറമ്പിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. വലപ്പാട് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തിങ്കളാഴ്ച ഏങ്ങണ്ടിയൂരിൽ തുടക്കമാകും. വ്യാഴാഴ്ച വരെ നീണ്ടുനിൽക്കുന്ന കലാമേളയ്ക്ക് സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളാണ് പ്രധാന വേദി. ആകെ 13 വേദികളാണ് ഒരുക്കിയിട്ടുള്ളത്. 311 ഇനങ്ങളിലായി 7000-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കുമെന്ന് ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സുരേഷ്, സെന്റ് തോമസ് സ്കൂൾ പ്രിൻസിപ്പൽ CC ബ്ലെസി, വലപ്പാട് AO KV അമ്പിളി എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുണ്ടത്തിക്കോട് മേഖലയിലെ കോൺഗ്രസ് നേതാവ് രാജശ്രീ സുഗുണൻ BJPയിൽ ചേർന്നു. BJP നോർത്ത് ജില്ലാ പ്രസിഡന്റ് നിവേദിത സുബ്രഹ്മണ്യൻ ഷോൾ അണിയിച്ച് സ്വീകരിച്ചു. വാർഡ് കൺവീനർ മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. നിത്യസാഗർ, KK രഞ്ജിത്ത്, CV അനിൽകുമാർ, KR ബിനീഷ്, ES സുമിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. വടക്കാഞ്ചേരി ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ആലപ്പുഴ പുന്നപ്ര സ്വദേശി രാമചന്ദ്രനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതേസമയം ഇയാൾ അമ്പലപ്പുഴ സ്വദേശിയാണെന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. കത്തോലിക്ക സഭ മരിച്ചവരുടെ ഓർമ്മദിനം ആചരിച്ചു. ക്രൈസ്തവ ദേവാലയങ്ങളിലും സെമിത്തേരികളിലും പ്രത്യേക പ്രാർത്ഥനാ തിരുകർമ്മങ്ങൾ നടന്നു. പഴുവിൽ ഫൊറോന പള്ളിയിൽ നടന്ന തിരുകർമ്മങ്ങൾക്ക് ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ സഹകാർമ്മികത്വം വഹിച്ചു. ഗുരുവായൂർ സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ മരിച്ചവരുടെ ഓർമ്മദിനം ആചരിച്ചു. സെമിത്തേരിയിൽ നടന്ന പ്രത്യേക പ്രാർത്ഥനകൾക്കും തിരുകർമ്മങ്ങൾക്കും വികാരി ഫാദർ സെബി ചിറ്റാട്ടുകര കാർമ്മികത്വം വഹിച്ചു. പാവർട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ മരിച്ചവരുടെ ഓർമ്മദിനം ആചരിച്ചു. ഫാദർ ആന്റണി ചെമ്പകശ്ശേരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ഗോഡ്വിൻ കിഴക്കൂടൻ, ഫാദർ ലിവിൻ കുരുതുകുളങ്ങര, ഫാദർ ബാബു ചിരിയങ്കണ്ടത്ത് എന്നിവർ സഹകാർമ്മികരായിരുന്നു. ഒല്ലൂർ സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ മരിച്ചവരുടെ ഓർമ്മദിനമായി ആചരിച്ചു. വികാരി ഫാദർ വർഗീസ് കുത്തൂർ, അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ എഡ്വിൻ ഐനിക്കൽ, ഫാദർ തേജസ് കുന്നപ്പിള്ളിൽ എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു. കുന്നംകുളം നഗരസഭയുടെ ശുചിമുറി മാലിന്യ സംസ്കരണ മൊബൈൽ ട്രീറ്റ്മെന്റ് യൂണിറ്റ് ഈ മാസം 5 മുതൽ പ്രവർത്തനക്ഷമമാകും. സമീപ പഞ്ചായത്തുകളിലേക്കും പ്രവർത്തനം വ്യാപിപ്പിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ കൌൺസിൽ യോഗത്തിൽ പറഞ്ഞു. ഓൺലൈൻ സംവിധാനം വഴി യൂണിറ്റ് ബുക്ക് ചെയ്യാമെന്നും ചെയർപേഴ്സൺ അറിയിച്ചു. ഈ ഭരണസമിതിയുടെ കാലയളവിലെ അവസാന കൌൺസിൽ യോഗമാണ് ചേർന്നത്. ചാലക്കുടി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് ചൊവ്വാഴ്ച തുടക്കമാകും. ചാലക്കുടിയിലെ വിവിധ വേദികളിൽ നടക്കുന്ന കലോത്സവം വെള്ളിയാഴ്ച സമാപിക്കും. വാർത്താസമ്മേളനത്തിൽ നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ, AO PB നിഷ, ജനറൽ കൺവീനർ സിസ്റ്റർ റോസ്ലിൻ തുടങ്ങിയവർ പങ്കെടുത്തു. കുന്നംകുളം ഗുരുവായൂർ റോഡിലെ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന്റെ 1ാം നില തുരന്ന് താഴത്തെ നിലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിനുള്ളിലേക്ക് വെള്ളം ഒഴുക്കിയതായി പരാതി. 6 ലക്ഷം രൂപയുടെ സാധനങ്ങൾ നശിച്ചതായി പാലിയത്ത് എന്ന സ്ഥാപനത്തിന്റെ ഉടമ നൽകിയ പരാതിയിൽ പറയുന്നു. മുകളിലത്തെ നിലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന്റെ ഉടമ കുമാരനെതിരെയാണ് പരാതി. കെട്ടിട ഉടമയും സ്ഥാപന ഉടമയും തമ്മിൽ വാടകയുമായി ബന്ധപ്പെട്ട കേസ് നിലനിൽക്കുന്നുണ്ട്. ഇതേ തുടർന്നുള്ള വൈരാഗ്യത്തിലാണ് മുകളിലെ നിലയിൽ കോൺക്രീറ്റ് തകർത്ത് വെള്ളം ഒഴുക്കിയതെന്ന് കെട്ടിട ഉടമ ആരോപിക്കുന്നു.
സർവീസ് പെൻഷൻകാരോടുള്ള സംസ്ഥാന സർക്കാരിന്റെ നിഷേധാത്മക നിലപാടിൽ പ്രതിഷേധിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷേഴ്സ് അസോസിയേഷൻ ചാവക്കാട് സബ് ട്രഷറിക്ക് മുന്നിൽ സമരം നടത്തി. സംസ്ഥാന സമിതി അംഗം MF ജോയ് ഉദ്ഘാടനം ചെയ്തു. നിയോജകമണ്ഡലം പ്രസിഡന്റ് KP പോളി അധ്യക്ഷത വഹിച്ചു. ഭാരവാഹികളായ VK ജയരാജൻ, K ഗിരീന്ദ്രബാബു, P മുകുന്ദൻ, M കോയക്കുട്ടി, CP കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഏറ്റവും വേഗത്തിൽ പാസ്പോർട്ട് വെരിഫിക്കേഷൻ പൂർത്തിയാക്കുന്നതിൽ ഒക്ടോബർ മാസത്തിലും തൃശൂർ റൂറൽ പോലീസ് സംസ്ഥാനത്ത് 1ാം സ്ഥാനത്ത് തുടരുന്നു. പൊതുജനങ്ങൾക്ക് വേഗത്തിലും സുഗമമായും സേവനം ലഭ്യമാക്കുന്നതിനായി നടത്തിയ ഫലപ്രദമായ നടപടികളാണ് ഈ നേട്ടത്തിന് പിന്നിൽ. പാസ്പോർട്ട് വെരിഫിക്കേഷനായി കൂടുതൽ ഉദ്യോഗസ്ഥരെ നിയമിക്കുകയും അവർക്ക് നിരന്തരമായി മാർഗനിർദ്ദേശം നൽകുകയും ചെയ്താണ് ഈ നേട്ടം കൈവരിച്ചത്. പുത്തൂരിലെ തൃശൂർ സുവോളജിക്കൽ പാർക്കിൽ വൈലോപ്പിള്ളി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും PTA അംഗങ്ങളും സന്ദർശനം നടത്തി. പ്രിൻസിപ്പാൾ AV വിജന നേതൃത്വം നൽകിയ സന്ദർശന ടീമിൽ 60 വിദ്യാർത്ഥികളും 9 അധ്യാപകരും 2 PTA അംഗങ്ങളും ഉണ്ടായിരുന്നു. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ അജേഷ്, മുൻ ഓഫീസർ രാജൻ എന്നിവർ മാർഗനിർദ്ദേശങ്ങൾ നൽകി. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12 വരെയും ഉച്ചതിരിഞ്ഞ് 3 മുതൽ വൈകിട്ട് 5 വരെയുമാണ് സന്ദർശന സമയം. മാള ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തിങ്കളാഴ്ച അന്നനാട് യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമാകും. ചൊവ്വാഴ്ച VR സുനിൽകുമാർ MLA ഉദ്ഘാടനം നിർവഹിക്കും. കലോത്സവം വ്യാഴാഴ്ച സമാപിക്കും. സംഘാടക സമിതി ജനറൽ കൺവീനർ I ജയ, ജോയിന്റ് കൺവീനർ MP മാലിനി, സജി C പോൾസൺ, GB പെരപ്പാടൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കേരളപ്പിറവി ദിനത്തോടനുബന്ധിച്ച് BJP നാട്ടിക മണ്ഡലം കമ്മിറ്റി ആരോഗ്യ പരിശോധനാ ക്യാമ്പ് നടത്തി. മേഖലാ പ്രസിഡന്റ് A നാഗേഷ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് റിനി കൃഷ്ണപ്രസാദ് അധ്യക്ഷത വഹിച്ചു. TG രതീഷ്, EP ഹരീഷ്, EP ജാൻസി, AK ചന്ദ്രശേഖരൻ, NS ഉണ്ണിമോൻ തുടങ്ങിയവർ സംസാരിച്ചു. മാതൃകാപരമായിട്ടുള്ള നിയുക്ത ശബരിമല മേൽശാന്തി ED പ്രസാദ് നമ്പൂതിരി തൃപ്രയാർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ദേവസ്വം മാനേജർ മനോജ് K നായർ പൊന്നാടയണിയിച്ച് സ്വീകരിച്ചു. മീനൂട്ട്, വെടിവഴിപാട് എന്നിവ നടത്തിയാണ് മേൽശാന്തി മടങ്ങിയത്. കേരളപ്പിറവി ദിനത്തിൽ ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വിദ്യാർത്ഥികൾ സ്കൂൾ പരിസരം ശുചീകരിച്ചു. പ്ലാസ്റ്റിക് വിമുക്ത വിദ്യാലയം എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് പ്രവർത്തനങ്ങൾ നടത്തിയത്. പ്രിൻസിപ്പൽ പ്രീതി ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,275 രൂപ, പവന് 90,200 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡൻ ഡയമണ്ട്സ് തൃപ്രയാർ. പാവർട്ടിയിൽ വീട്ടിൽ കയറി സ്ത്രീകളെയും കുട്ടികളെയും ആക്രമിച്ചതായി പരാതി. മൈക്രോ ഫിനാൻസ് കമ്പനിയുടെ ഏജന്റുമാരാണ് ആക്രമണം നടത്തിയത്. അരിമ്പൂരിൽ സ്വകാര്യ ഫിനാൻസ് സ്ഥാപനത്തിന്റെ മാനേജറുടെ കാർ തീവെച്ച് നശിപ്പിച്ചു. പുല്ലഴി സ്വദേശി ഹരികൃഷ്ണന്റെ കാറാണ് കത്തിച്ചത്. കുതിരാനിൽ കാട്ടാന ശല്യം രൂക്ഷം. കാട്ടാനയെ മയക്കുവെടിവെച്ച് തുരത്തണമെന്ന ആവശ്യം ശക്തമാകുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്ന കൊടുങ്ങല്ലൂർ ചാവക്കാട് ദേശീയപാത മരണപാതയാകുന്നു. ദേശീയപാത നിർമ്മാണ സാമഗ്രികളുമായി തലങ്ങും വിലങ്ങും ഓടുന്ന ടോറസ് ലോറികളാണ് അപകടത്തിനിടയാക്കുന്നത്. മാളയിൽ നടന്ന തൃശൂർ സെൻട്രൽ സഹോദയ സ്കൂൾ കലോത്സവം സമാപിച്ചു. ചന്ദ്രാപിന്നി SN വിദ്യാഭവൻ 1140 പോയിന്റുമായി ഓവറോൾ കിരീടം നേടി.
ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.